സഹോദരങ്ങളെ, എന്താണ് ഈ മരണം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ യാഥാർത്ഥ്യം നമ്മെ തേടിയെത്തുമ്പോൾ ഇതെങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ അതിന്റെ ഭാവങ്ങളും അതിന്റെ രൂപങ്ങളും അതൊരു മനുഷ്യൻ അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും വളരെ കൃത്യമായി പഠിപ്പിച്ചു. നമുക്കെല്ലാം അറിയുന്ന ആയത്താണ് 62-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാചകം. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്നറിയോ? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത്, അതിനെ നിങ്ങൾ നേർക്ക് നേരെ കാണുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഒരാളും വരേണ്ട ആവശ്യമില്ലാത്ത വണ്ണം നമുക്ക് തന്നെ ബോധ്യപ്പെടും, ഞാനിതാ മരിക്കാണ്. നേർക്ക് നേരെ നമ്മൾ കാണും. മദ്ദൽ ബസർ എന്നാണ് ഹദീസിന്റെ പ്രയോഗം. അവന്റെ കണ്ണിൽ ആ കാഴ്ച അവൻ കാണും. മലക്കുകളാണ് വന്നത് എന്നവന് ബോധ്യപ്പെടും. ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളും കാഴ്ചകളും കേൾവിയും മരണത്തോടുകൂടി നമ്മൾ അനുഭവിക്കുകയാണ്. ഏതാണ് അനുഭവങ്ങൾ? മലക്ക് നമ്മുടെ ശരീരത്തിൽ നടപ്പിലാക്കുന്ന ചില അനുഭവങ്ങളാണ്. മലക്കിന്റെ രൂപങ്ങളും ഭാവങ്ങളുമാണ്. അതേപോലെ തന്നെ മലക്കുടെ ശബ്ദങ്ങളാണ്. ഇതിനൊന്നും നമ്മൾ സാക്ഷിയായിട്ടില്ല, പക്ഷെ ഇത് നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ധാരാളമായി ഓർക്കേണ്ടത് നിങ്ങളുടെ മരണത്തെക്കുറിച്ചാണ്. ധാരാളമായി ഓർക്കേണ്ടത്. എല്ലാ സുഖങ്ങളെയും ആ മരണം മുറിച്ചു കളയുമെന്നാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീടകങ്ങളിൽ സന്തോഷത്തോടുകൂടി രാത്രികൾ കഴിച്ചുകൂട്ടുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് മരിച്ചാൽ നാളെ സുബഹിക്ക് മുന്നേ ഒരുപക്ഷെ നമ്മൾ കബറിലാണ്, നാളെ ദുഹറിന്റെ മുന്നേ ഒരുപക്ഷെ നമ്മൾ കബറിലാണ്. ഇന്ന് രാത്രി നമ്മൾ മരണപ്പെട്ടാൽ നാളെയുടെ രാത്രി നമ്മൾ കബറിലായിരിക്കും. എല്ലാ സുഖങ്ങളും മുറിയും, ചരിച്ച് നമ്മളെ ഇറക്കി വെക്കും. അല്ലേ? നമ്മൾ ആലോചിക്കുന്നുണ്ടോ നമ്മുടെ വീടിന്റെ ഒരു സാഹചര്യം? നമ്മുടെ വീട്ടിൽ മരണം നടക്കുമ്പോൾ സ്വാഭാവികമായും ആ വീട്ടിലേക്ക് ആളുകൾ ഒരുമിച്ച് കൂടും. എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് ആളുകൾ അതുപോലെ ഒരുമിച്ച് കൂടാനുണ്ട്. അല്ലേ? അവിടെ കരഞ്ഞു തളരുന്ന ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, വേണ്ടപ്പെട്ടവരുണ്ടാകും, അറിയുന്നവരും അറിയാത്തവരും മരണം കേട്ട് വരുന്നവരും എല്ലാവരും ഉണ്ടാകും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചലനമറ്റ ശരീരമാണ്, ചലനമറ്റ ശരീരമാണ്. ആ മരണത്തോടുകൂടി നമ്മുടേതായി നമ്മൾ ഇവിടെ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ, ഉമ്മ ധരിച്ച ഒരു കമ്മലിന്റെ പൊട്ടുപോലും ഉമ്മയുടെ ആ മയ്യത്തിന്റെ കൂടെ കൊണ്ടുപോകാൻ മക്കൾ സമ്മതിക്കില്ല. വാപ്പ ഇഷ്ടപ്പെട്ട് കൊല്ലങ്ങളോളം കൊണ്ടു നടന്ന ഒരു മോതിരം പോലും, ഒരു വാച്ച് പോലും അത് കൊണ്ടുപോകാൻ ആരും സമ്മതിക്കില്ല. മയ്യത്ത് കുളിപ്പിക്കുന്നവർ ആ വസ്ത്രത്തിന്റെ വില നോക്കാറില്ല. ആ ആഭരണങ്ങളുടെയോ അല്ലെങ്കിൽ ശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്റെയോ വില നോക്കാറില്ല. അതെല്ലാം അവർ മുറിച്ചു മാറ്റി, അതെല്ലാം അവർ കഷ്ടങ്ങളാക്കി മുറിച്ചു മാറ്റിയിട്ട് എന്നെയും നിങ്ങളെയും നമ്മുടെ വീടിന്റെ ഏതോ ഒരു റൂമിൽ വെച്ച് കുളിപ്പിക്കാനുള്ളതാണ്. അല്ലെ? ആ കുളിപ്പിക്കുന്നതിന്റെ മുന്നേ, വുളു ചെയ്യിപ്പിക്കുന്നതിന്റെ മുന്നേ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം ഇരുത്തി ആളുകൾ നമ്മുടെ വയറിൽ ഒന്ന് ശക്തമായി ഉഴിഞ്ഞു തരാനുണ്ട്. എന്തിനാ ശക്തമായി ഉഴിയുന്നത്? അവിടെ ഇടത് കൈയിൽ തുണി ചുറ്റിയിട്ട് നമ്മുടെ തുടയിലൂടെ കൈയിട്ട് ആളുകൾ ഗുഹ്യസ്ഥാനത്ത് വൃത്തിയാക്കി തരും. ഞാൻ പച്ചയായി പറയാണ്, ഗുഹ്യസ്ഥാനം വൃത്തിയാക്കി തരും. എന്താ? മരണത്തിന്റെ വെപ്രാളത്തിൽ മലമൂത്ര വിസർജനം വരെ അത് തങ്ങി നിൽക്കുകയാണ്, സ്തംഭിച്ചു നിൽക്കുകയാണ്. അത് വൃത്തിയാകാനും ശുദ്ധിയാകാനും ഒതുപെടുത്താൽ ശരിയാകാനും വേണ്ടിയിട്ട് ആളുകൾ അതുവരെ വൃത്തിയാക്കി തരുമ്പോൾ, അവരുടെ വിരലുകളിൽ തുന്നി ചുറ്റിയിട്ട് നമ്മുടെ പല്ല് തേച്ച് തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മളെ ഭംഗിയായി വുളു ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് ഒരു 3 കഷ്ണം തുണിയോ ഒരു 5 കഷ്ണം തുണിയോ എനിക്കും നിങ്ങൾക്കും ഒരുങ്ങിയിട്ടുണ്ട്. അതിനെന്താ ഉള്ളത്? ഒരു 3 കെട്ടാണ്. തലഭാഗത്തും കാൽഭാഗത്തും നടുഭാഗത്തും 3 കെട്ട് കെട്ടിയാൽ പിന്നെ 6 കാലുള്ള കട്ടിലിൽ 6 ആളുടെ ചുമലിൽ 6 അടി മണ്ണിലേക്ക് നമ്മളെ യാത്ര കൊണ്ടുപോകും. എല്ലാ സുഖങ്ങളും മുറിഞ്ഞു. അല്ലേ? എല്ലാവിധ അനുഗ്രഹങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച എന്തെല്ലാം സുഖങ്ങളുണ്ടോ, ഖബറെന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുക, അവസാനത്തെ എല്ലാ മൂടുകല്ലും വെച്ചിട്ട് അവസാനത്തെ മൂടുകല്ല് വെക്കുന്നതിന്റെ മുന്നേ അതിലേക്കൊന്ന് നോക്കിയാൽ ആ ഖബർ നമ്മോട് ചില കാര്യങ്ങൾ പറയും. എന്താ? ഇനിയൊരു പ്രകാശത്തിന്റെ തരിമ്പ്, ഒരു വെളിച്ചത്തിന്റെ ഒരു പൊട്ടുപോലും ഇനി ആ ഖബറിലേക്ക് പുറത്തു നിന്ന് പ്രിയപ്പെട്ടവരെ വരാനില്ല. അവന്റെ കർമ്മങ്ങൾ മാത്രമാണ് പിന്നെ പ്രകാശമായി കൂട്ടിനുണ്ടാവുക. അതുകൊണ്ടാണ് മുൻഗാമികൾ ഒരാൾ
ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് നേരെ കൊണ്ടുപോയത് ഒരു ഖബർസ്ഥാനിലേക്കാണ്. എന്നിട്ട് ചോദിച്ചു, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യർ ഇപ്പോൾ എന്തായിരിക്കും ആഗ്രഹിക്കുക? ആ മനുഷ്യൻ പറഞ്ഞു, തീർച്ചയായും അവർ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നതാണ്. അല്ലെ, മരിക്കുമ്പോഴും നമ്മുടെ അവസ്ഥ താൻ 60 വയസ്സ് 40 വയസ്സ് 50 വയസ്സ് ജീവിച്ചാലും ഓരോ മനുഷ്യനും ആഗ്രഹിക്കുക അവസരം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. എന്തിനവസരം? നന്മകൾ ചെയ്യാനാണ് അവസരം ചോദിക്കുന്നത്. ആ മനുഷ്യൻ അത് നരകത്തിൽ എത്തിയാലും പറയുന്നതാണ്, ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أفلم نعمركم ما يتذكر فيه من تذكر وجاءكم النذير. അവസരങ്ങളാണ് മനുഷ്യൻ ചോദിക്കുക. അപ്പൊ ഈ മനുഷ്യൻ പറയാൻ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ ഇപ്പോൾ ആഗ്രഹിക്കുന്ന അവസരങ്ങളായിരിക്കും. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു, എങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ കിട്ടിയത് അവസരമാണ്, അത് മതി നിനക്കുള്ള ഉപദേശം എന്നാണ്. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും നമുക്ക് അവസരമാണ്, ഓരോ സെക്കൻഡുകളും അവസരങ്ങളാണ്, ഓരോ മിനിറ്റുകളും നമുക്ക് അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിനെ ഈ സമയം വരെ തിരിച്ചു വിളിച്ചിട്ടില്ല. ഇന്നലെ രാത്രി വിളിച്ചു, വീണ്ടും നമുക്ക് തന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഒരു ദിവസം തിരിച്ചു തരാതെ തിരിച്ചെടുക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ അധ്വാനിക്കേണ്ടതും നമ്മൾ പണിയെടുക്കേണ്ടതും. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ധാരാളമായി ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നാണ്. പക്ഷെ മനുഷ്യരത് മറക്കാനാണ് ശ്രമിക്കുക. ഇനി നോക്കാം, പ്രവാചകനോട് പിന്നെ ഒരാൾ വന്നിട്ട് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള വ്യക്തി ആരാണ്? നമ്മളെന്താ പറയാ, നമ്മുടെ ഭാവനയിൽ, നമ്മുടെ വീക്ഷണത്തിൽ, നമ്മുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല പഠനമുള്ളവരെന്ന് നമ്മൾ പറയാറുണ്ട്, ജോലിയിൽ നല്ല സാമർത്ഥ്യം കാണിക്കുന്നവരെന്ന് പറയാറുണ്ട്, ഇങ്ങനെ പല പരീക്ഷകളിൽ വിജയിച്ച് കിരീടം നേടുന്നവരാണ് നമ്മൾ പറയാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്ന ആള്. തീർന്നില്ല, വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി സൽക്രമങ്ങൾ ഒരുക്കി തയ്യാറാക്കി വെക്കുന്നവനാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ബുദ്ധിമാനാണ്. മരണം ഉണ്ട് എന്ന് വിചാരിക്കുന്ന മാത്രമല്ല, അതിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി നന്നായി അധ്വാനിക്കുന്ന ആള്. മഹാനായ അബൂ അസ്സ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇദാ ഖല്ലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജ. ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സ്ഥലത്താണോ വിധിച്ചിട്ടുള്ളത് ആ വിധിച്ച സ്ഥലത്തേക്ക് അവൻ എത്തിപ്പെടുമെന്നാണ്. ഇന്നേ വരെ വാഹനം ഓടിക്കാത്ത വ്യക്തിയാണ്, പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം വാഹനാപകടത്തിലൂടെ മരണപ്പെടണമെന്നാണെങ്കിൽ അന്നവൻ വാഹനവുമായി റോട്ടിലിറങ്ങും. അന്നേ വരെ മരത്തിൽ കയറാത്തവനും അന്ന് മരത്തിൽ കയറും. നമ്മൾ പറയും, ആ വഴിയിലൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അല്ലേ? പക്ഷെ ആ വഴിയിലൂടെ പോയി, വേറെ വഴി ഉണ്ടായിരുന്നു, സ്ഥിരമുള്ള വഴി ആ മനുഷ്യൻ മാറി സഞ്ചരിച്ചു. എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചാൽ ആ സ്ഥലത്തേക്ക് ആ മനുഷ്യർ എത്തുമെന്നതാണ്. ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകിപ്പിക്കില്ല. ഒരു മിനിറ്റ് മുന്നയും പിടിക്കില്ല, ഒരു മിനിറ്റ് മുന്നയും ശേഷവും ഉണ്ടാവില്ല. സെക്കൻഡ് എപ്പോഴാണോ അവിടെ വെച്ച് പിടിക്കുന്നതാണ്. സഹോദരങ്ങളെ, അവിടെ നമ്മുടെ പണി തീരാത്ത വീട് മരണത്തിന്റെ മുന്നിൽ പ്രശ്നമല്ല, പ്രായമെത്താത്ത മക്കൾ മരണത്തിന് പ്രശ്നമല്ല. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ വീട്ടിലെ സാഹചര്യം എന്താണ് എന്ന് ആ മരണത്തിന് ഒരിക്കലും തടസ്സമല്ല, അല്ലെ? പണ്ഡിതന്മാര് പാടി പറഞ്ഞില്ലേ, തീർച്ചയായും നിങ്ങൾ തഖ്വ ഉണ്ടാക്കണം. എന്താണ് അതിന്റെ കാരണം? തസവ്വദു മിന തഖ്വ ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല. എന്താ അറിയാത്തത്? ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഈ രാത്രി മൂടിക്കഴിഞ്ഞാൽ നാളെ പകലിൽ നീ ബാക്കിയാകുമോ എന്നത് നിനക്കറിയില്ല. എന്റെ അവര് പറയാൻ, ഫകം മിൻ ഉറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ, എത്രയെത്ര മണവാട്ടിമാരാണ് മണവാളന്മാർക്ക് വേണ്ടി അണിഞ്ഞൊരുക്കപ്പെട്ടത്. വഖദ് ഖുബിലത്ത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, എന്നാൽ ആ രാത്രി തന്നെ അവിടെ ആത്മാവുകൾ പിടിക്കപ്പെടുന്ന രൂപത്തിലായി. വകം മിൻ സിഗാരിൻ യുർതജാ തൂല ഉംരിഹിം, എത്രയെത്ര ചെറിയ കുട്ടികളാണ്, എത്രയോ വയസ്സവർ ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എത്രയോ ചെറിയ കുട്ടികൾ വർഷങ്ങളോളം ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ, എന്നാലോ അതാ അവരുടെ ആത്മാക്കൾ
ഖബറിന്റെ ഇരുട്ടറകളിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സകീമിൻ ആശ ഹീനം മിനദ് ദഹരി. എത്രയോ ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആളുകൾ ഒരു കാരണവുമില്ലാതെ മരിച്ചു പോകുന്നു. എന്നാൽ എത്രയോ രോഗികളായി കിടക്കുന്ന ആളുകൾ ധാരാളം കാലം ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എത്രയെത്ര യുവാക്കൾ ചിരിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാം അവർ പ്രവേശിച്ചു. എന്നാൽ അവരെ പൊതിയാനുള്ള കഫൻ പുടവ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവരെ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും സമീപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ മരണം വരുമ്പോൾ നമ്മൾ ഏത് വിധത്തിലായിരിക്കും നമ്മൾ മരിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്.